ഹായ് ഡിയർ ഫ്രണ്ട്സ്, സേ ഡേയ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഐസ് ടീ ആണ്. നമുക്ക് വ്യത്യസ്തമായ രുചികൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ടീ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു ബ്ലാക്ക് ടീ ഉണ്ടാക്കണം. അപ്പം ഞാൻ 2 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അത് തിളച്ചു വന്നപ്പോഴേക്കും 1 കഷ്ണം ഇഞ്ചി ചതച്ചതും. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചു തുടങ്ങി. നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മധുരം കൂടുതൽ വേണമെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തോളൂ. ഞാനിപ്പോൾ 2 മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ലൈറ്റ് ചായയാണ് വേണമെങ്കിൽ നിങ്ങൾ കുറച്ചിട്ടാൽ മതി. അത് മീഡിയം ആണെങ്കിൽ അതിനനുസരിച്ച്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനാണ് ചായപ്പൊടിയൊക്കെ ഇടേണ്ടത്. ഇപ്പം ചായപ്പൊടി ഇട്ടതിന് ശേഷം അത് നന്നായിട്ട് ഇത് തിളച്ച് വരുന്നുണ്ട്. നമുക്കിതിനകത്ത് കുറച്ച് ഏലക്ക ഇട്ട് കൊടുക്കണം. നിങ്ങൾ ഏലക്ക ഇടുമ്പോൾ നമ്മൾ തിളച്ചിട്ട് നമ്മൾ ഓഫാക്കുന്ന ടൈമിന് മാത്രം ഒരു ഏലക്കയും കൂടെ ചതച്ചിട്ട്, അല്ലെങ്കിൽ ചെറിയൊരു കയ്പ്പ് വരുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ടാണ്. അപ്പം ഇപ്പം ഞാനൊരു കുറച്ച് ഏലക്കയും കൂടെ ചതച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് നന്നായിട്ട് തണുക്കണം. റൂം ടെമ്പറേച്ചറിലേക്ക് ഇതാവണം. നമുക്കൊരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ട് ഈ ടീ സെറ്റ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക. 2-3 മിൻറ്റ് ലീഫ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു പകുതി ചെറുനാരങ്ങൻ്റെ നീരും ഒഴിച്ചു കൊടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ തേൻ ഒഴിച്ച് കൊടുക്കുക. അതും ഒഴിച്ചതിന് ശേഷം ഈ നന്നായിട്ട് തണുത്ത ബ്ലാക്ക് ടീ കൂടി അതിലേക്ക് ഒഴിക്കുക. ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എന്നിട്ട് നമ്മൾ കുടിച്ച് നോക്കാം. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഇനി നമുക്ക് ഒരു ടീയും കൂടി ഉണ്ടാക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത ടീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മിൻറ്റ് ലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ജ്യൂസാക്കി എടുത്തിട്ട് വരാം. ഇപ്പം ഞാൻ ജ്യൂസാക്കി എടുത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം. ഈ അരിച്ചെടുത്തതിന് ശേഷം അധികം നേരം വെക്കേണ്ട. ഇതിൻ്റെ കളറ് മാറിപ്പോവും. എനിക്ക് കുറച്ച് കളർ മാറിപ്പോയിട്ടുണ്ടായിരുന്നു. ആ പച്ച കളർ മാറിയിട്ട് ബ്ലാക്ക് കളർ വരാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് ടീ സെറ്റ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഐസ് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് പുതിന ഇട്ട് കൊടുക്കുക. 2 ചെറുനാരങ്ങൻ്റെ സ്ലൈസ്ഡ് അതും കൂടി നിങ്ങൾ കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു ചെറുനാരങ്ങൻ്റെ നീര് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ അരിച്ചു വെച്ച ജ്യൂസ് ഇല്ലേ, അതും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ബ്ലാക്ക് ടീയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ഇളക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.